നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. Thank you, Mr. Anand. Thank you for the total arrangements. സർ, പത്മ മാഡം പറഞ്ഞതിന് വിപരീതമായിട്ടാണ് ഓഫീസിൽ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. എന്നോട് ചോദ്യങ്ങളുണ്ടാവും. You don't worry about that. I will handle it. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ സർ. Okay. എന്താ അളിയാ, അളിയന് എന്തെങ്കിലും പ്രതിഷേധമുണ്ടോ? എനിക്കെന്ത് പ്രതിഷേധം? അല്ല, അളിയന്റെ മുഖത്ത് അങ്ങനെ ഉള്ളതുപോലെ തോന്നുന്നു. അത് ഈ ജന്മനാ ഉള്ള കുഴപ്പമാളിയാ. ഓ, എന്റെ മുഖത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇത്രയ്ക്ക് കൊടുത്ത സ്വീകരണം ഗംഭീരമല്ലേ? നമ്മുടെ കുടുംബവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളെ അളിയന്റെ തലയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചാൽ അളിയൻ ഹാപ്പി ആയിരിക്കും അല്ലയോ? പറയളിയാ. ഇല്ലളിയാ, എനിക്ക് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് അളിയൻ എന്താണാവോ അമ്മയുടെ അടുത്തത് പറയാതിരുന്നേ? അതെ, ഉള്ള കഞ്ഞിയിൽ പാറ്റയിടാൻ പാടില്ലല്ലോ, അതാണ് സത്യം. എന്തായാലും ഞാന് പുറത്തേക്ക് ആളിയാ. ശരി. ഇനിയുള്ളത് നന്ദിനിയുടെ സ്ഥാനാരോഹണ ചടങ്ങാ. നന്ദിനി, പ്ലീസ് കം. ഈ കസേരയിൽ വന്നിരിക്കും. ഞാനിരിക്കില്ല. സൂര്യ കാര്യമായിട്ട് വിളിക്കല്ലേ? എതിര് പറയാതെ നന്ദിനി. വിവേക് എന്താ അറിഞ്ഞിട്ടാ ഈ പറയുന്നേ? വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് മിത്ര മാഡത്തിനെ ഇങ്ങനെ അപമാനിച്ചാല് ഇത് ഇവിടം കൊണ്ട് നിൽക്കുന്നാണോ നിങ്ങളെല്ലാം കരുതിയിരിക്കുന്നത്? ഇവിടം കൊണ്ടൊന്നും ഇത് നിൽക്കില്ല. അവള് വാലും ചുരുട്ടി ഇവിടുന്ന് എഴുന്നേറ്റ് ഓടുന്നവരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. വേണ്ട സർ, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. നന്ദിനി, പ്ലീസ് ക്വയറ്റ്. മര്യാദയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നുണ്ടോ? പുതിയ MD ഞാനൊന്ന് കാണട്ടെ. പറയുന്ന കേക്ക് നന്ദിനി. ഇതൊക്കെ വേറെ ആർക്കെങ്കിലും കിട്ടുന്ന ചാൻസ് ആണോ? എന്നെ കൊല്ലെന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ ഇരിക്കില്ല. എനിക്ക് അങ്ങനെ ഒരു സ്ഥാനവും വേണ്ട. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാ മതി. എടേ, എന്താണ് നിന്റെ പെങ്ങൾ ഇങ്ങനെ? അതെ, എന്നും അതെ. ഞാൻ അറിയാത്ത ഓരോ പ്രശ്നങ്ങൾക്ക് ഞാൻ ചീത്തപ്പേര് കേട്ടോണ്ടിരിക്കുന്നെ. ഇനിയിപ്പോ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെന്നാ മതി. നല്ല സ്വീകരണമായിരിക്കും എനിക്ക് കിട്ടുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും സൂര്യനന്ദിനെ പ്രൊട്ടക്ട് ചെയ്യുമല്ലോ. പിന്നെന്താ? എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. കസേരയിൽ ഇരിക്കാൻ എന്നെ നിർബന്ധിച്ചാ ഞാൻ ഇറങ്ങിപ്പോവും കേട്ടോ. Hey! Everyone look at here. നിങ്ങളോട് ശ്രദ്ധിക്കാനല്ലേ പറഞ്ഞത്? ഞാൻ ഇവിടെ വന്നത് പത്മ മാഡത്തിന് പകരം ചാർജ് എടുക്കാനാ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പത്മ മാഡത്തിന്റെ ചെയറിനോട് നിങ്ങളെ കാണിക്കുന്ന ബഹുമാനക്കുറവ് ഞാൻ മാഡത്തിനെ അറിയിച്ച എന്താ സംഭവിക്കാന്നറിയാലോ? ഓരോരുത്തരായി ഇവിടുന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെടും. ഇനി മുതൽ ഈ കമ്പനി ഭരിക്കുന്നത് ഞാനാ. എനിക്കിഷ്ടമുള്ള രീതിയിലായിരിക്കും ഇനി ഇവിടെ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ഏയ്, കം ഹിയർ. You are the manager, right? Yes, madam. ഇതാണോ ശരിക്കും ഒരു ഓഫീസ് ഫംഗ്ഷൻ ചെയ്യുന്ന രീതി? ഇവിടെ എന്ത് ഡിസിപ്ലിനാ ഉള്ളത്? മാഡം, ഇവിടെ ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല.
സോ ഞാൻ വന്നത് മുതലാണ് കുഴപ്പം. ഓക്കെ, ഞാൻ പത്മാൻറ്റിയെ വിളിച്ചു വരുത്താം. ഇന്നിവിടെ നടന്നതിന്റെ ഒക്കെ വിശദീകരണം നിങ്ങൾ എല്ലാവരും ചേർന്ന് പത്മ മാഡത്തിനടുത്ത് പറയേണ്ടി വരും. എന്നെ റെസ്പെക്ട് ചെയ്യാതിരുന്ന ഒരുത്തനെ പോലും ഞാൻ വെറുതെ വിടുന്ന പ്രശ്നമില്ല. മനസ്സിലായോ തനിക്ക്? ഈ ഓഫീസിൽ അച്ചടക്കം ഉണ്ടായിരിക്കണം. സ്വന്തം ജോലി അല്ലാതെ മറ്റൊരു കാര്യത്തിലും ഒരാളും ശ്രദ്ധിക്കാൻ പാടില്ല. ഇന്ന് മുതൽ ഈ ഓഫീസിൽ ഒറ്റ ഒരുത്തനും ശബ്ദിക്കാൻ പാടില്ല. സൈലൻസ് ആയിരിക്കണം. മനസ്സിലായോ? എന്താ ഇവിടെ? എന്താ എന്താണ് നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നേ? ഇന്നു മുതൽ ഇവിടെ ആരുടെയും ശബ്ദം കേൾക്കാൻ പാടില്ലെന്നാ മേഡം പറയുന്നത്. ഓ, ശബ്ദം കേട്ടാ മേഡത്തിന് ചിലപ്പോ അലർജി ആയിരിക്കും. വിവേകേ, നമ്മുടെ ഓഫീസിൽ ജോലി എടുക്കുന്നവർക്ക് മിണ്ടാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? ഏയ്, ആ, അതെ, നമ്മൾ നമ്മുടെ സ്റ്റാഫിനോട് എന്താ പറഞ്ഞിരിക്കുന്നത്? അവരവരുടെ ജോലി ഉത്തരവാദിത്വത്തോടെ ചെയ്യുക, ബാക്കിയുള്ള സമയം റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യാൻ ഇത് ഇവരുടെ കുടുംബ വീടല്ല. അവര് റിലാക്സ് ചെയ്യരുതെന്ന് പറയാൻ ഇത് നിന്റെ കുടുംബ വീടുമല്ല. സൂര്യ, എന്നെ അപമാനിക്കുന്നത് സൂര്യയുടെ അമ്മയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതെ, നിന്റെ വെറും തോന്നല. അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം എന്താണെന്ന് എനിക്കും അറിയാം, ദേ ഈ നിൽക്കുന്നവർക്കും അറിയാം. പക്ഷെ വഴി തെറ്റി വന്നവള് ആ സ്വീകരണം പ്രതീക്ഷിക്കരുത്. ഇവിടെ ഇതുവരെ ഒരു തൊഴിലാളികളും അവരവരുടെ ജോലി ചെയ്യാതിരുന്നിട്ടില്ല മാഡം. അതിന് പത്മ മാഡത്തിനും എതിരഭിപ്രായം ഒന്നുമില്ല. താൻ ആരാ? തനിക്ക് എന്താ ഇവിടെ ജോലി? താനെന്തിനാ വാലാട്ടിക്കൊണ്ട് മുഴുവൻ സമയവും സൂര്യയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? Where is your seat? എന്താ തന്റെ ഡ്യൂട്ടി? No, he's my friend. അവന്റെ കാര്യത്തില് ആവശ്യമില്ലാതെ ഇടപെടാൻ ശ്രമിക്കണ്ട കേട്ടാ. ഞാൻ ഇടപെടും. എനിക്കതിനുള്ള അധികാരമുണ്ട്. നാളെ ഒറ്റ ദിവസം കൊണ്ട് ഈ ഓഫീസിന്റെ രീതികൾ എങ്ങനെ മാറ്റിമറിക്കണമെന്ന് എനിക്കറിയാം. ഐ വിൽ ഷോ യു. അതെ, നാളത്തെ ദിവസം നിനക്ക് എന്തു ആവാം. പക്ഷേ ഇന്നൊരു ദിവസം നീ ഇവിടെ പൂർത്തിയാക്കാൻ നോക്ക്. ഇത്രയും കാലം മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ഈ കമ്പനിക്കുള്ള വ്യത്യസ്തത ഈ ഇരിക്കുന്നവരുടെ സിൻസിയറിറ്റിയാണ്. ഇവരും ഈ കമ്പനിയിലെ മറ്റു തൊഴിലാളികളും പകലില്ലാതെ അധ്വാനിച്ചതിന്റെ ഫലമാണ് ഈ കമ്പനിയുടെ ഇന്നത്തെ പൊസിഷൻ. ഒറ്റ ദിവസം കൊണ്ട് കെട്ടിയിറക്കിയവള് അനുവദിച്ചു തന്ന കസേരയിൽ ഇരുന്നോണം, തിരിച്ചു പോയിക്കോണം. അല്ലാതെ കമ്പനി കാര്യങ്ങളിലോ ഇവരുടെ കാര്യങ്ങളിലോ ഇടപെടാൻ വന്ന നീ വിവരം അറിയും.